നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി. കർക്കടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം. കേരളത്തിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും കർക്കടക ചികിത്സ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. കർക്കടക ചികിത്സ എന്ന് മാത്രമല്ല, കർക്കടക മാസത്തിന് തന്നെ ഒരു പ്രാധാന്യമുണ്ട്. കാരണം അത് ഭക്തിയുടെ മാസമായിട്ട് രാമായണ മാസമായി ആചരിക്കുന്ന മാസമാണ്. എന്താണ് ശാസ്ത്രീയമായി ഇതിൻ്റെ ഒരു അടിസ്ഥാനം? നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി ആണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രകൃതിയിൽ വരുന്ന ഓരോ ചേഞ്ചസും നമ്മുടെ ശരീരത്തിലും അതേ ചേഞ്ചസ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കർക്കടക മാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ആ സമയത്ത് രോഗങ്ങൾക്ക് കൂടുതൽ അടിമപ്പെടുന്നതായ ശരീരത്തിൻ്റെ ഘടനയാണ്. കാരണം വാതരോഗമാണ് രോഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ആയുർവേദത്തിൽ പറയുന്നത്. വാതരോഗം എന്ന് പറയുമ്പോൾ അതിൽ 80 തരം രോഗങ്ങളാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കേൾക്കുന്ന ആമവാദം, സന്ധിവാദം, അതുപോലുള്ള അത്തരം വാദങ്ങളെ മാത്രമല്ല, നമ്മളിപ്പോൾ സാധാരണ ടെസ്റ്റ് വഴി കണ്ടെത്തുന്നതിൽ റൊമാറ്റോളജി എന്ന കാറ്റഗറിയിൽ വരുന്ന രോഗങ്ങൾ കൂടാതെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും ആയുർവേദത്തിൽ വാതരോഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വാതരോഗം അല്ലെങ്കിൽ വാത എന്ന ഹ്യൂമർ ദാറ്റ് ആ കൺസെപ്റ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ആരോഗ്യത്തിന് ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന മാസമാണ് കർക്കിടക മാസം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനായാലും നമ്മുടെ പ്രകൃതിക്കായാലും എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്താണ്? സൂര്യനാണ്. സൂര്യനിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങൾക്കും എനർജി ലഭിക്കുന്നത്. ഈ കർക്കിടക മാസത്തിൽ സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന കാലമാണ് കർക്കിടക മാസം. ഈ 12 മാസത്തിൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം ഏറ്റവും കൂടുന്ന മാസം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തണുപ്പ് കൂടാനും വാതരോഗങ്ങൾ കൂടാനുമുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഈ മാസത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. കൂടാതെ നമ്മുടെ കാലാവസ്ഥയിൽ, കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ മാസത്തിൽ ഇവിടെ മഴ കൂടുതലുണ്ടാവുകയും തണുപ്പും മഴ മാറുന്ന സമയത്ത് അതിയായ ചൂടും ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് കേരളത്തിനെ സംബന്ധിച്ച്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതെന്താ ഈ മാസം ഇങ്ങനെ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. അപ്പം ഈ കർക്കിടകം എന്ന രീതിയിൽ നമ്മൾ ആയുർവേദം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്കും അതുവഴി കേരളത്തിനും യോജിക്കുന്ന രീതിയിലാണ്. മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ മീൻസ് അമേരിക്ക, ലണ്ടൻ, അതുപോലെ വേറെ വൻകരകളിൽ ഇതിനനുസരിച്ചിട്ടുള്ള ചികിത്സയും ടൈമും ഇതുപോലെയുള്ള കാര്യങ്ങളും പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പഴയ ഗ്രീക്ക്, റോമൻ, ഈജിപ്ഷ്യൻ പുരാണങ്ങൾ വഴി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്കാരങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്തരം നാടുകളിലും അവരിൽ നിന്ന് അകന്നു പോയത് കാരണം അത്തരം ചികിത്സകൾ അവിടെ നടന്നു വരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ആഫ്രിക്കൻ കൺട്രീസിലായാലും ഇത്തരം രാജ്യങ്ങളിലെ ഈ പല വില്ലേജസിലും ഇത്തരം ചികിത്സകളുടെ ഒരു തുടർച്ച ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മീൻസ് പഴയ കാലത്ത് അവരെ കൾച്ചറിൽ ഉണ്ടായതിൻ്റെ ഒരു തുടർച്ച. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇതിൽ ദക്ഷിണായനത്തിൻ്റെ തുടക്കമാണ്. എന്ന് വെച്ചാൽ അത് പുരാണത്തിൽ പറയുന്നത് ദേവന്മാരുടെ രാത്രിയാണ് ഈ ദക്ഷിണായനം എന്നാണ്. എന്ന് വെച്ചാൽ അതൊരു സന്ധ്യയോട് ഉപമിക്കുകയും രാത്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് സൂര്യന് അകന്ന് നിൽക്കുന്നതെന്നും ഉള്ളൊരു അർത്ഥത്തിലാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ രാമായണ മാസം എന്നുള്ള രീതിയിൽ എല്ലാവരും ഭക്തിയോടെ ഇരിക്കുകയും കൂടുതൽ പ്രാർത്ഥനകളും ജപങ്ങളും ഒക്കെ ആയിട്ട് കഴിയുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഈ പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനും ഒരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്. കാരണം ഒരുപാട് തവണ നമ്മൾ ഉരുവിടുന്ന വഴി ഏതൊരു മന്ത്രവും അത് ഉരുവിടുക എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിയിലാണ് അത് ഉരുവിടുന്നത്. ഈ ഉരുവിടുന്നത് വഴി റിപ്പിറ്റേഷൻ വഴി നമ്മളെ വാക്ക് എന്ന പ്രവൃത്തി, ഈ വാക്ക് വളരെ കൂടുതൽ നമ്മൾ ഉച്ചരിക്കുന്നത് വഴി നമുക്ക് എനർജി കൂടുതൽ ലഭിക്കും. അത് നല്ല വാക്കുകളാവുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യതിയാനങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ആ രീതിയിൽ നോക്കിയാൽ പോലും ഈവൻ രാമായണ മാസം എന്ന പേരിലുള്ള ഭക്തിയും അതുപോലെയുള്ള പ്രാർത്ഥനകളും രാമായണ പാരായണം പോലും ശരീരത്തിന്
ഒരു ചികിത്സയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത് പുരാണങ്ങളിൽ നിന്ന് വന്നതായതുകൊണ്ട് ഇന്ത്യൻ കൾച്ചറിലായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആസ്പെക്റ്റ് പറഞ്ഞത്. ഇനി നമുക്ക് ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റിൽ എന്താണെന്ന് നോക്കാം. ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാതരോഗം കൂടുന്ന സമയമാണ്. വാത എന്ന് പറയുമ്പോൾ നമ്മൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ കുറച്ചൊന്ന് ഡിമ്മാവുന്ന കാലമാണ് ഈ കർക്കിടക മാസം. അതുകൊണ്ടാണ് വേദനകൾ കൂടുന്നത്. വേദനകളാണ് പ്രധാനമായിട്ട് കൂടുന്നത്. തണുപ്പ് കൂടുമ്പോൾ വാദത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് ഈ തണുപ്പ് എന്നുള്ള അവസ്ഥ കൂടുക എന്നുള്ളത്. അപ്പോൾ തണുപ്പ് കൂടുമ്പോൾ പെയിൻ കൂടും. നമ്മൾ സാധാരണ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം സർക്കുലേഷനിൽ ഡിഫക്റ്റ് വരും, കുറഞ്ഞു പോകും. നമുക്കപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വേദനകളുള്ള ആളുകളാണെങ്കിൽ ആ സമയത്ത് വേദനകൾ കൂടും. പിന്നെ അതല്ലാതെ ജെനറ്റിക്കലി ഇത്തരം വേദനകൾക്ക് പ്രോണായിട്ടുള്ള അതിനൊരു സാധ്യതയുള്ളൊരു ശരീരപ്രകൃതി ഉള്ളവരാണെങ്കിൽ അവരിലും ഈ സമയത്ത് സർക്കുലേഷൻ കുറഞ്ഞിരിക്കും. പക്ഷെ നല്ല യുവത്വത്തിലും നല്ല ആരോഗ്യത്തിലും നിൽക്കുമ്പോൾ ഒരു പക്ഷേ അത് മനസ്സിലായിരിക്കില്ല. പക്ഷെ പ്രായം കൂടുന്തോറും ഈ ഒരു അവസ്ഥ ശരിക്കും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചികിത്സകളുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അഭ്യംഗം. അഭ്യംഗം എന്ന് പറയുമ്പോൾ എണ്ണ തേപ്പും കുളിയുമാണ്. നമ്മളെ കേരളത്തിൽ പണ്ട് മുതലേ എണ്ണ തേപ്പിനും കുളിക്കും വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അത് എന്തോ അതിൻ്റെ നമ്മളെ ഏരിയ, നമ്മൾ ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂഗോളത്തിൽ നമ്മളിരിക്കുന്ന ഏരിയയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം കൾച്ചറലി നമ്മൾ ഈ എണ്ണ തേപ്പ് കൂടുതൽ ശീലിച്ച് വന്നിട്ടുണ്ടാവുക. കാരണം ഈ എണ്ണത്തേപ്പ് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. സ്ഥിരമായി എണ്ണത്തേപ്പ് തലയിലായാലും ശരീരത്തിലായും അല്ലെങ്കിൽ സ്ഥിരമായി എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് വൈറ്റമിൻ ഡി കുറയുന്നില്ല. അത് ഞാൻ ഒരുപാട് എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പഠനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പഠനങ്ങളും പേപ്പറാക്കി എഴുതി ആരുടെയെങ്കിലും അംഗീകാരം ലഭിക്കണം എന്നൊന്നുമില്ല. 30 വർഷം ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് സ്ഥിരമായി അവരുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനെ നമുക്ക് ഓരോ കാര്യത്തിലും പഠനങ്ങൾ നടത്താവുന്നതാണ്. അപ്പോൾ അതുവഴി ഞാൻ എൻ്റെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എൻ്റെ പഠനം എന്ന് പറയുമ്പോൾ ഇതിൽ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളൊരു കാര്യമാണ് എണ്ണ തേപ്പും കുളിയും, തലയിൽ എണ്ണ തേക്കുന്നതും ശരീരത്തെ എണ്ണ തേക്കുന്നതും വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നതിനെ തടയുന്നുണ്ട്, നല്ലൊരു ശതമാനം തടയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കൊണ്ടും നമ്മൾ ശീലിക്കാത്തത് കൊണ്ടും ജീവിതചര്യ കൊണ്ടും, മീൻസ് കാലാവസ്ഥയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ ജീവിതചര്യ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് എണ്ണ തേക്കുന്നത് വളരെ കുറവാവുകയും എണ്ണ തേച്ച് കുളിച്ച പലർക്കും നെറുകിലൊക്കെ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ജലദോഷം കോൾഡും വരികയാണ് ചെയ്യുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ശീലമില്ലായ്മയാണ്. വളരെ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ തലയിൽ നിറയെ എണ്ണ ഇട്ട് പോകുന്നൊരു ശീലം ഇന്നത്തെ കാലത്തില്ല. എല്ലാവരും എന്തെങ്കിലും ഷാമ്പു ആയാലും അതല്ലെങ്കിൽ ഈവൻ താളിപ്പൊടി ആയാലും എണ്ണ കംപ്ലീറ്റ് കളഞ്ഞിട്ട് നടക്കുന്നൊരു ശീലമാണ്. അത് ആ ശീലത്തിൽ വരുന്ന ആളുകൾക്ക് പോലും ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്ത് എണ്ണ തേപ്പും കുളിയും പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ വമനം, വിരേചനം, നസ്യം, ബസ്തി ഈ എല്ലാ ചികിത്സകളും ചെയ്യാനുള്ളൊരു അവസരമായിട്ട് ഈ കാലഘട്ടത്തിനെ എടുക്കാം. ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്, നല്ല ഭംഗിയായിട്ട് വീടൊക്കെ വെച്ച് പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നമ്മൾ ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞാലും നമ്മളതിന് മെയിൻ്റനൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ പാരൻസും അവരെ മക്കളെ വളർത്തി കൊണ്ടുവരുന്നത്. അവർ വളർന്ന് വലുതായി സ്കൂള്, കോളേജ്, അത് കഴിഞ്ഞ് ജോലി, ഈ ജോലി തിരക്കിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ ഒരാളും അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. പണ്ടത്തെ പോലെ അവരുടെ അമ്മമാരോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ ഒന്നും അവരെ കൂടെ നടന്നിട്ട് മക്കളെ നിങ്ങൾ എണ്ണ തേക്കോ, കുളിക്കോ, നിങ്ങളുടെ ആരോഗ്യം നോക്കൂ എന്നൊന്നും പറയാനില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മെയിൻ്റനൻസ്, ഒരു വീടിനെ നമ്മൾ വൃത്തിയാക്കിയും സൂക്ഷിച്ചും വെക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തെയും നമ്മൾ വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ഇങ്ങനെ ഒരു കൾച്ചറൽ ആയിട്ട് ഒരു കർക്കിടക മാസത്തിലെ ഒരു ചികിത്സ എന്നുള്ളൊരു പദ്ധതി നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ അതെല്ലാവരും ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് ഉള്ളതിനെ പറ്റി പറയാം. നമ്മൾ ആയുർവേദത്തിൻ്റെ മെത്തേഡിൽ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വെച്ചാൽ നല്ല വേനൽ അവസാനിക്കുന്നതോട് കൂടിയിട്ട് വീടിൻ്റെ പരിസരത്തുള്ള എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി സൂക്ഷിച്ച് അത് നീറ്റാക്കി കഴിഞ്ഞതിന് ശേഷം കത്തിച്ച് കളയും. ഈ കത്തിച്ച് കളയുന്നതിൽ പോലും അണുക്കളെയൊക്കെ അണുയുക്തമാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നാൽപ്പാമരം, മഞ്ഞൾ, ഉപ്പ്,
കടുക് ഇവയിൽ ഏതെങ്കിലുമൊക്കെ പുകച്ചിട്ട് പുറം ഭാഗത്ത് പുകയ്ക്കേണ്ട ഒരു രീതി ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് വെള്ളം തിളപ്പിച്ചിട്ട് വീടിന് ചുറ്റും ഒഴിച്ച് വൃത്തിയാക്കുന്നതും ഇത് നല്ലൊരു ശതമാനം അണുബാധകളെ തടയാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് വീടിനുള്ളിൽ കുന്തുരുക്കം എന്ന് പറയുന്ന ഒരു റെസിനാണ്, അതൊരു മരത്തിൻ്റെ കറയാണ്, ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ഇട്ട് പുകച്ച് കളയുന്നത്. അപ്പം ഈ രീതിയിൽ വീടും പരിസരവും വൃത്തിയാക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ വീട് ഒരു എൻവിറോൺമെൻറ്റിൽ നിൽക്കുന്ന പോലെ നമ്മുടെ ഓരോ സെല്ലുകളും ഒരു മൈക്രോ എൻവിറോൺമെൻറ്റിലാണ് നിൽക്കുന്നത്. ഓരോ സെല്ലിന് ചുറ്റും ഒരു പൂളുണ്ട്, മീൻസ് ഒരു മൈക്രോ എൻവിറോൺമെൻ്റ് ഉണ്ട്. ഈ മൈക്രോ എൻവിറോൺമെൻറ്റിനെ ആണ് അണുക്കൾ കയറി അറ്റാക്ക് ചെയ്യുന്നത്. ഇത്തരം അറ്റാക്കുകൾ വരാതിരിക്കാനാണ് ശരീരം ശുദ്ധിയാക്കേണ്ടത്. ശരീരം ശുദ്ധിയാക്കുന്ന രീതിക്കാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നോക്കുമ്പോൾ 3 പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പറയാം. എന്നുവെച്ചാൽ ശരീരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണവ? ഒന്ന്, നമ്മൾ എന്തെങ്കിലും പ്രോഡക്ട്സ് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ് അങ്ങനെയുള്ളത് സിന്തസൈസ് ചെയ്യും നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. ഇതിന് സഹായിക്കുന്നത് നമ്മുടെ ഭക്ഷണമാണ്. ഭക്ഷണം വായു അല്ലാതെ വേറൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ. ക്ലോസ്ഡ് സിസ്റ്റം, അതിലേക്ക് കയറുന്നത് ഈ ഭക്ഷണവും വായുവാണ്. ഇതെടുത്തു കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ചാണ് നമ്മുടെ ശരീരം നമുക്ക് നിലനിർത്താനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നത്. ഈ നിർമ്മിക്കുന്ന സാധനങ്ങളിൽ തെറ്റുപറ്റരുത്. അത് കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കണം. ഏതൊക്കെ അവയവങ്ങൾക്ക് ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും പറയുന്നതാണ് കാൽഷ്യം, ഫോസ്ഫറസും എല്ലിന് വേണ്ടതാണ്. അതുപോലെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെ അയഡിൻ, തൈറോയിഡിന് വേണ്ടതാണ്. ഇങ്ങനെയുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ നമ്മൾ ബോഡിയിൽ പ്രിപ്പയർ ചെയ്ത്, നമ്മളൊരു കിച്ചണിൽ പ്രിപ്പയർ ചെയ്ത് നമ്മളവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റണം. ആ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതും ഒരു സിസ്റ്റമാണ്, നമ്മുടെ ബോഡിയുടെ ഒരു കഴിവാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്നു. ഈ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ വേസ്റ്റായിട്ട് മാറും. ഈ വേസ്റ്റ് റിമൂവ് ചെയ്യണം. ഇങ്ങനെ നോക്കുമ്പോൾ 3 ഫങ്ഷൻസാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ സൃഷ്ടിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. സംഹാരം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ കഴിച്ച സാധനങ്ങൾ വേറൊരു രൂപത്തിൽ ട്രാൻസ്ഫോം ചെയ്ത് നമ്മളെ ബോഡിയിൽ നിന്ന് മാറ്റുന്നു. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. സാധാരണ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് കൊളസ്ട്രോള്, ഷുഗർ, തൈറോയിഡ്, ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ടെസ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നത്? നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ക്രിയാറ്റിനിൻ, ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിലുള്ള വേസ്റ്റാണ്. ഈ വേസ്റ്റ് വേണ്ട രീതിയിൽ റിമൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ സാധനം നമുക്ക് കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ രോഗിയാണ്, ഇന്ന തലത്തിൽ ഇന്ന രോഗങ്ങൾ നമുക്കുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേസ്റ്റുകളെ പുറന്തള്ളാനുള്ള ചികിത്സയാണ് പഞ്ചകർമ്മയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ശോധന തെറാപ്പി എന്ന് ആണ് ഇതിനെ ശരിക്കും പറയുന്നത്. കാരണം നമ്മൾ പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ ആക്ച്വലി അഭ്യംഗം എന്ന് പറഞ്ഞാൽ ഒഴിച്ചിൽ മസാജും എണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഇത് പഞ്ചകർമ്മ അല്ല. പഞ്ചകർമ്മയുടെ പ്രൊസീജിയറാണ്. വെച്ചാൽ പഞ്ചകർമ്മയ്ക്ക് ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്ന ചികിത്സയാണ് ഈ ഒഴിച്ചിൽ. നവരക്കിഴി എന്നൊക്കെ പറയുന്ന നവരക്കിഴി, സ്വേദം എന്ന് വെച്ചാൽ സ്റ്റീമിങ്, ഇതെല്ലാം ഇതിന് തന്നെ അത്രയും പ്രാധാന്യമുണ്ട്. എന്നിട്ടാണ് പ്രധാന കർമ്മത്തിൽ ആയ പഞ്ചകർമ്മത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് നമ്മൾ അതാത് സമയത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. അതാണ് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം. അതിന് കൾച്ചറലി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൂര്യൻ ഏറ്റവും അകലെ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു അത്തരത്തിലുള്ളൊരു പ്രാധാന്യം ഉണ്ട്. പിന്നെ ചികിത്സാ പ്രാധാന്യം ഇത് വെച്ച് നമ്മൾ കർക്കിടകത്തിൽ ചെയ്യുന്ന ചികിത്സകൾ ചെയ്താൽ ബാക്കി വരുന്ന ഒരു വർഷം, ബാക്കി നമ്മൾ പറയുമ്പോൾ ഈ മാസം കഴിഞ്ഞ് ഇനി 11 മാസം, ഈ 11 മാസത്തേക്കുള്ള ഒരു എനർജിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ശരിക്കും ജസ്റ്റ് നമ്മൾ വീട് വൃത്തിയാക്കി പെയിൻറ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നത് പോലത്തെ അതേ ഒരു അവസ്ഥ, നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന പോലെ നമ്മുടെ ബോഡിയിലും എല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു അവസരമാണ് കർക്കിടക ചികിത്സ. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നമുക്ക് ആലോചിക്കാം. നമ്മളിപ്പോൾ സാധാരണ നിലക്ക് ഹോസ്പിറ്റലുകളിൽ വന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്.
കാരണം ഓരോ മനുഷ്യനും ഓരോ പ്രകൃതിയാണ്. ഇപ്പോൾ വാദപ്രകൃതി ഉള്ള ആളുകൾക്ക് വാദം വേദന ഇതായിരിക്കും കൂടുക. കഫപ്രകൃതി ഉള്ള ആളുകൾക്ക് പലപ്പോഴും ഈ കാലഘട്ടത്തിൽ വരുന്നത് ചുമയും അലർജിയും ഇതൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ അലർജൻസ് ഒക്കെ വരുമ്പോൾ അലർജി ചുമ ഇത്തരം ഉണ്ടാവും. അതല്ലാതെ നമ്മൾ പിത്തപ്രകൃതിയുള്ള ആളുകൾക്ക് ബോഡിയിലുള്ള സ്രവങ്ങൾ കട്ടിയായിരിക്കും, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഹോർമോണൽ ഇംബാലൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രകൃതി ഏതാണ്? പ്രകൃതി എന്ന് പറഞ്ഞാൽ 3 പ്രകൃതിയൊന്നും അല്ല ഉള്ളത്. അതിൻ്റെ ഏറ്റവും ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും മേലത്തെ 3 ലൈൻ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൽ ഈ ഓരോ പ്രകൃതിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻസും പിന്നെ ഇതിന് സബ് പ്രകൃതികളുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടേഴ്സിന് ഇതൊക്കെ നോക്കാനുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. അതോടൊപ്പം നമ്മൾ മോഡേണിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, എല്ലാ മോഡേൺ ടൂൾസും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ബ്ലഡ് ടെസ്റ്റുകൾ ഉപയോഗിക്കാം, അത് കെമിസ്ട്രിയുടെ സംഭാവനയാണ്, ബയോ കെമിസ്ട്രിയുടെ സംഭാവനയാണ്, അത് ഉപയോഗിക്കാം. സ്കാനിങ്, എക്സ്റേസ് മുതലായവയെല്ലാം ഉപയോഗിച്ച് നമുക്ക് എന്താണ് നമ്മുടെ രോഗം, അതിനെങ്ങനെയാണ് തടയുന്നത് എന്നുള്ള രീതി നോക്കിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ഉഴിച്ചിൽ തന്നെയാണ്. ഉഴിച്ചിൽ തന്നെ ഓയിൽ മസാജ്. ഈ ഓയിൽ മസാജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓയിൽ നമ്മുടെ ബോഡിയിൽ പലതരം ഓയിലുകളുണ്ട്. അപ്പം നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അതിനാണ് പ്രാധാന്യം. അല്ലാതെ ഓയിൽ എന്ന് പറയുന്ന ആ ഫോമിനല്ല. ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ആ ഒരു ഫോമിന് മാത്രമല്ല, അമിനോ ആസിഡ്സ് എന്ന ആ ഒരു ഫോമിനല്ല പ്രത്യേകത. അത് ഏത് മരുന്ന് ചേർത്ത് പ്രോസസ്സ് ചെയ്യുന്നോ അതിൻ്റെ ഗുണമാണ് ഈ ഓയിലിൽ കിട്ടുന്നത്. ഈ ഓയിൽ നമ്മുടെ ബോഡിയിൽ ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് അബ്സോർബ് ചെയ്യുകയും, ആ സ്കിന്നിൻ്റെ അബ്സോർപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഇതുവഴി നമ്മൾ അബ്സോർബ് ചെയ്ത് നമ്മുടെ രക്തക്കൊഴലുകൾക്കും അതുവഴി നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും ഇതിന് ഒരു സർക്കുലേഷനും ഇതിനൊരു എഫക്റ്റും ഉണ്ട്. ഇതുവഴി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉഴിച്ചിലിന് പ്രാധാന്യം എന്ന് പറയുമ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ എങ്ങനെയാണ് ഇത് ഉത്തേജിപ്പിക്കുന്നത് എന്നുള്ളത്. കാരണം ലിംഫാറ്റിക് സിസ്റ്റം വേറൊരു വഴിയിലും ഉത്തേജിപ്പിക്കപ്പെട്ടിരുന്നില്ല. അത് നമ്മൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ലിംഫ് ഗ്ലാൻസ് ഒക്കെ, ഈ ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ ലിംഫ് ഗ്ലാൻസ് ഒക്കെ എടുത്ത് കളഞ്ഞാൽ പറയാറുണ്ട് കൈ ഇളക്കണം എന്നൊക്കെ പറയും. കാരണം ഇളക്കൽ, മൂവ്മെൻറ്റ്, ഇതിൽ നിന്നാണ് ലിംഫാറ്റിക് സിസ്റ്റം ശരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആയുർവേദ ആചാര്യന്മാർ ഒരുപടി മുന്നോട്ട് പണ്ടേ ചിന്തിച്ചിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് ഒഴിയുന്നത് വഴിയും നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യും, ലിംഫ് ഫ്ലോ ബോഡിയിൽ ഇമ്പ്രൂവ് ചെയ്യും. ഇത് നമ്മളുടെ പ്രതിരോധശേഷി, സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കാരണമാവും. ഇതിനിടയിൽ, ഈ സ്വാഭാവികമായിട്ടുള്ളത് വർദ്ധിപ്പിക്കുന്നതിനിടയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അത്തരം രോഗത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അത്തരത്തിലുള്ള ഓയിലുകൾ എടുക്കാം. പിന്നെ ഇത് കൂടാതെ നസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ, റെസ്പിറേറ്ററി ട്രാക്കിലും മേലോട്ടുള്ള ഭാഗങ്ങളിൽ ഉള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സയാണ് നസ്യം. പിന്നെ നമ്മൾ ഇൻഡസ്റ്റൈനിനും പിന്നെ സ്റ്റൊമക്കിനെയും ഒക്കെ ക്ലീൻ ചെയ്യുന്നതാണ് വമനവും വിരേചനവും. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് ബസ്തി എന്ന് പറയുന്ന ചികിത്സ. ബസ്തി എന്ന് പറയുന്നത് നമ്മൾ മലദ്വാരത്തിലൂടെ മെഡിസിൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം രക്തത്തിൽ ഒരുപാട് നമ്മളെ വാട്ടറി ആയിട്ടുള്ള എലമെൻറ്റ്സ് അബ്സോർബ് ചെയ്യാനുള്ള ഒരുപാട് പല സ്ട്രക്ചേഴ്സും ഫിസിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് അതിലുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ബസ്തി ചികിത്സയും എല്ലാം എടുക്കാം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില രീതികൾ കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ടോക്ക് അവസാനിപ്പിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് വെറുതെ എണ്ണ തേച്ച് കുളിയാണ്. ആർക്കും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്തവരും ജസ്റ്റ് ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എള്ളെണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. എള്ളെണ്ണ തേച്ചിട്ട് മേലാസകലം തേച്ച് ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴുകിക്കളയാം. അതിലിപ്പോൾ കടലമാവ് ഉപയോഗിക്കാം, ഏറ്റവും എളുപ്പമുള്ള കാര്യം. അതല്ലെങ്കിൽ ഏതെങ്കിലും ചെമ്പരത്തിയുടെ ഇല, പിന്നെ പാടത്താളിയുടെ ഇല, കുറുന്തോട്ടി ഇല, അങ്ങനെ ഏതെങ്കിലും ഇലകൾ ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും വെള്ളം തിളപ്പിച്ച് മേല് കഴുകുന്നത് നല്ലതാണ്. ഇനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ വെറുതെ കല്ലുപ്പിട്ടിട്ട് എണ്ണ തേച്ചതിന് ശേഷം മേല് കഴുകി കളയാം. ഇനി അതല്ല, കുറച്ചുകൂടി ഒരു പടി എളുപ്പത്തിൽ ചെയ്യാമെന്ന് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ചിരട്ടപ്പൊട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് എണ്ണ തേപ്പും കുളിയുമായി. പിന്നെയുള്ളത് ഫുഡിൻ്റെ കാര്യമാണ്. ഫുഡിൽ നമ്മളിപ്പോൾ കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിന് പലതരം മരുന്നുകൾ ചേർത്താണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഞാൻ മടിയന്മാർക്കായിട്ടുള്ള ഒരു എളുപ്പ വഴിയിലുള്ള ഒരു കർക്കിടക കഞ്ഞി പറയുകയാണെങ്കിൽ ഒരല്പം ജീരകവും ഉലുവയും മല്ലിയും ചേർത്തിട്ട് കഞ്ഞി വെക്കുക. ഈ വെറുതെ കഞ്ഞി വെക്കുന്നതിൽ ഈ സാധനം ഇട്ടിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരല്പം നാളികേരം
വറുത്ത് ചേർത്തിട്ട് മീൻസ് സോറി വറക്കാതെ അരച്ചിട്ട് ചേർത്ത് അതിൽ നെയ്യിൽ ഒരല്പം ചുവന്നുള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇടുക. ചതച്ചിടുന്നതും രണ്ടും കൂടി വ്യത്യാസമുണ്ട്. ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ള സാധാരണ ഒരു കഞ്ഞി പോലെ കുടിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. മരുന്നുകളൊന്നും പുറത്തുനിന്ന് വാങ്ങാതെ ചെയ്യാവുന്ന ഒരു കർക്കിടക കഞ്ഞിയാണിത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ചെയ്യാവുന്നത് നസ്യമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നസ്യത്തിൻ്റെ രീതിയാണ് അണുതൈലം നസ്യം. അതിൻ്റെ നസ്യത്തിൻ്റെ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ തല ബാക്കിലോട്ട് മറിച്ചിട്ടിട്ട് ഒരു ബെഞ്ചിൽ നിന്ന് മലർന്ന് കിടക്കണം. എന്നിട്ട് 2 മൂക്കിലും സാധാരണ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുമ്പോൾ 8 തുള്ളി വരെയൊക്കെ ചെയ്യും. പക്ഷെ വീട്ടിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഓരോ തുള്ളി വീതം ഇറ്റിച്ചിട്ട് ഓരോ നോസ്ട്രിലും ഓരോ മുക്കിലും ഇറ്റിച്ച് വലിച്ചെടുക്കുന്നത് കഫത്തിൻ്റെ ശല്യം കുറക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. ഇത്രയും ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് കർക്കിടകത്തിൽ എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത്. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെ പറ്റിയും പിന്നെ അതിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില രീതികളും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. നമസ്കാരം.